സിറ്റി ഹീറോ ഷൊർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം. സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ്. സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ്, ബൈപ്പാസ് റോഡ്, ഷൊർണൂർ. സംസ്ഥാന വ്യവസായ വകുപ്പ് നടത്തുന്ന സ്പെക്ട്രം 2024 തൊഴിൽ മേള ഡിസംബർ 6 മലമ്പുഴ ITIയിൽ നടക്കും. സാങ്കേതിക പരിജ്ഞാന സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്കും മുൻപരിചയമുള്ളവർക്കും തൊഴിൽ മേളയിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന് മലമ്പുഴ ITI പ്രിൻസിപ്പൽ EK മുഹമ്മദ് അഷ്റഫ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള 50-ലധികം കമ്പനികൾ തൊഴിൽ നൽകുന്നതിനായി രംഗത്ത് വന്നിട്ടുണ്ട്. 1500-ലധികം ഒഴിവുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ തേടുന്നത്. സാങ്കേതിക പരിജ്ഞാനമുള്ളവർക്കും മുൻപരിചയമുള്ളവർക്കും തൊഴിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് തൊഴിൽ മേള സംഘടിപ്പിക്കുന്നതെന്നും ജില്ലയിലെ സർക്കാർ സ്വകാര്യ പട്ടികജാതി വകുപ്പിന് കീഴിലെ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ മേളയിൽ പങ്കെടുക്കാനാകുമെന്നും DWMS പോർട്ടിലൂടെയാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടതെന്നും മുഹമ്മദ് അഷ്റഫ് പറഞ്ഞു. സംഘാടക ഭാരവാഹികളായ VV ജനാർദ്ദനൻ, TV ശ്രീജിത്ത്, TP ബിജേഷ് ബാബു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ITIകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് അനുയോജ്യമായ തൊഴിലിടങ്ങളെ പരിചയപ്പെടുത്തുക, വ്യവസായ സ്ഥാപനങ്ങൾക്ക് സാങ്കേതിക പരിജ്ഞാനം നേടിയ വിദഗ്ധ തൊഴിലാളികളെ ലഭ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് വ്യാവസായിക പരിശീലന വകുപ്പ് സ്പെക്ട്രം ജോബ് ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ ചെലവിൽ നടത്തപ്പെടുന്ന ഈ തൊഴിൽ മേളയിൽ ഉദ്യോഗാർത്ഥികൾക്കോ സ്ഥാപനങ്ങൾക്കോ യാതൊരുവിധ സാമ്പത്തിക ബാധ്യതകളും ഉണ്ടാക്കുന്നില്ല. പാലക്കാട് ജില്ലയിൽ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന 9 സർക്കാർ ITIകൾക്ക് പുറമെ പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന 3 സ്വകാര്യ മേഖലയിൽ 17 സ്ഥാപനങ്ങളാണുള്ളത്. നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അഥവാ NTC, സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് അഥവാ STC, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് NSC എന്നിവ കരസ്ഥമാക്കിയ പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് പുറമെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഈ തൊഴിൽ മേള പ്രയോജനപ്പെടുത്താവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ, ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി.